ഇറങ്ങാൻ നിൽക്കുന്ന ജോങ്ഹ്യോക്കിനോട് സെരി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു. എനിക്ക് നിങ്ങളോട് മര്യാദയ്ക്കൊന്ന് നന്ദി പറയാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നോട് നിങ്ങളുടെ പേര് പറയാമോ എന്ന് സെരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജോങ്ഹ്യോക്ക് പറയുന്നുണ്ട്, നീ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മറന്നിട്ട് പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന്. അതിനുശേഷം സെരി വീടിന്റെ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ ജോങ്ഹ്യോക്ക് അവള് ഫോണിൽ വിളിച്ച് പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രസ്, ഷാംപൂ, മേക്കപ്പ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അത് കണ്ടിട്ട് സെരി പറയുന്നുണ്ട്, ജോങ്ഹ്യോക്ക് എപ്പോഴും ദേഷ്യം കാണിച്ച് നടക്കുന്നുണ്ടെങ്കിലും ആള് വളരെ സ്വീറ്റ് ആണെന്ന്. സ്മഗ്ലിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ജോങ്ഹ്യോക്ക് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മരിച്ച കള്ളന്മാരെ കൊന്നത് ജോങ്ഹ്യോക്ക് ആണെന്നും അവരെ കൊന്നിട്ട് ആ പണം തട്ടാനായിട്ട് ആണ് അത് ചെയ്തതെന്നും പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതാകട്ടെ ചോച്ചിയോളിന്റെ കൂട്ടാളിയായിട്ടുള്ള വേറൊരു ഓഫീസറാണ്. ജോങ്ഹ്യോക്കിനെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജനറൽ വരുന്നുണ്ട്. ജോങ്ഹ്യോക്കിന്റെ അവസ്ഥ കണ്ട് ദേഷ്യം വരുന്ന ജനറൽ ഓഫീസറെ തല്ലാൻ തുടങ്ങുന്നുണ്ട്. സത്യത്തിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ലായിരുന്നു ജോങ്ഹ്യോക്ക്. അവിടുത്തെ ഡയറക്ടറിന്റെ മകനായിരുന്നു. ഫാമിലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ജോങ്ഹ്യോക്ക് ആർമിയിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ജനറൽ ഉടനെ തന്നെ ജോങ്ഹ്യോക്കിനെ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഈ ഓഫീസർ ചോളിനെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്, അവൻ ആരാണെന്ന് നിനക്ക് അറിയോ? എന്റെ പണി കളയാനാണോ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ചോൾ പറയുന്നുണ്ട്, ഇല്ല, അവന്റെ റെസ്യൂമെയില് ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല എന്ന്. സത്യത്തില് ഡയറക്ടറിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൻ മരിച്ചു. ഇപ്പോൾ ഡയറക്ടറുടെ ഒരേ ഒരു മകനാണ് ജോങ്ഹ്യോക്ക്. ജോങ്ഹ്യോക്കിന്റെ ചേട്ടന്റെ കാര്യം അറിയുമ്പോൾ ചോളിന്റെ മുഖം മാറുന്നത് നമുക്ക് ഇവിടെ കാണാം. അതെന്തുകൊണ്ടാണെന്ന് ഉള്ളതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതിനുശേഷം കാണിക്കുന്നത് ജനറലും ജോങ്ഹ്യോക്കും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ജനറൽ ജോങ്ഹ്യോക്കിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ ചേട്ടന്റെ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതെന്ന്. ജോങ്ഹ്യോക്ക് പറയുന്നുണ്ട്, എന്റെ ചേട്ടന്റെ മരണം ഒരിക്കലും ഒരു സ്വാഭാവിക മരണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് പിന്നിലുള്ള കാരണം എനിക്ക് കണ്ടുപിടിക്കണം. അന്നുണ്ടായിരുന്ന CCTV ഫുട്ടേജസ്, ബാക്കിയുള്ള തെളിവുകളെല്ലാം അപ്രത്യക്ഷമായി. ഇതെല്ലാം കോയിൻസിഡൻസ് ആണെന്ന് വിചാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നീ ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം തോന്നുന്നത്. അതെല്ലാം ശരിക്കും വെറും കോയിൻസിഡൻസ് മാത്രമായിരിക്കും. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ളതെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം, മറക്കാനുള്ളതെല്ലാം മറക്കണം, അങ്ങനെയെല്ലാം ജനറൽ പറയുന്നുണ്ട്. ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കാനായിട്ട് ജോങ്ഹ്യോക്ക് തയ്യാറായിരുന്നില്ല. അതിനുശേഷം നമുക്ക് കാണാം ജോങ്ഹ്യോക്കിന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും നടന്നു വരുന്നുണ്ട്. അവർ വരുന്ന വഴിക്ക് ചോളിനെ ഇപ്പോൾ ഓടിപ്പോകുന്ന പലരും മിലിറ്ററി ഓഫീസേഴ്സിന്റെ വീടുകളിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റാൻഡം ചെക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ജോങ്ഹ്യോക്കിന്റെ വീട്ടിലേക്കാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ടീം മെമ്പേഴ്സിന്റെ ഒക്കെ കിളി പോകുന്നുണ്ട്. അവരെത്രയും പെട്ടെന്ന് ജോങ്ഹ്യോക്കിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ സെറീനോട് ഫോൺ കോൾസ് എന്തെങ്കിലും വരികയാണെങ്കിൽ അറ്റൻഡ് ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെറീനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് യാതൊരു മാർഗവും. ഇതറിഞ്ഞ ജോങ്ഹ്യോക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ജനറലിന്റെ വണ്ടി എടുത്ത് അവിടുന്ന് പുറപ്പെടുന്നുണ്ട്. ജനറലിന്റെ വണ്ടി നമ്പർ 729384 ആണ്. അത് അവിടുത്തെ ഏറ്റവും വലിയ ഓഫീസേഴ്സിന്റെ വണ്ടിയുടെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ ആരും ആ വണ്ടി തടയുന്നില്ല, വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ചോള് ജോങ്ഹ്യോക്കിന്റെ വീടിന്റെ അടുത്തെത്താറായിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കോളനിയിലെ ഹെഡായിട്ടുള്ള വോൾസോക്ക് അവിടെയുള്ള വീടുകളെല്ലാം ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ഒരു റുട്ടീൻ ചെക്കിംഗ് ആണിത്. ചോളിനെ കാണുമ്പോൾ വോൾസോക്ക് പറയുന്നുണ്ട് ജോങ്ഹ്യോക്കിന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ചോൾ ചോദിക്കുന്നുണ്ട്, ജോങ്ഹ്യോക്ക് ഇവിടെ ഇല്ലല്ലോ, പ്യോങ്യാങ്ങിലാണല്ലോ, പിന്നെ എന്തിനാണ് നീ അങ്ങോട്ട് പോകുന്നതെന്ന്. അപ്പോൾ വോൾസോക്ക് പറയുന്നുണ്ട്, ക്യാപ്റ്റന്റെ വീട്ടില് ലൈറ്റ് ഓൺ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ ചോളിന് ചെറുതായിട്ട് സംശയമാവുന്നുണ്ട്. അപ്പോൾ തന്നെ ചോള് ജോങ്ഹ്യോക്കിന്റെ വീട്ടിലേക്ക് സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവിടെ പോയി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒളിച്ചിരിക്കുന്ന സെരീനെ ചോള് കണ്ടുപിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോങ്ഹ്യോക്കിന്റെ ഒരു മാസ് എൻട്രി ഉണ്ട്. ആ വലിയ വണ്ടിയിൽ അവിടെ വന്നിറങ്ങിയിട്ട് സെരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അവൾ അവന്റെ ഫിയാൻസെ ആണെന്ന്. സെരി അടക്കം എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കും? സെരീനെ ചോൾ പിടിച്ചോണ്ടുപോവോ?
എന്താണ് സംഭവിക്കുക എന്നൊരു ക്ലിഫ് ഹാങ്ങറിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതിനുശേഷം ഒരു എപ്പിലോഗ് കാണിക്കുന്നുണ്ട്. നമ്മൾ സെരിയെ കണ്ടിരുന്നത് ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് മാത്രമായിരുന്നു. എന്നാൽ സെരിയുടെ ജീവിതത്തിൽ ഒരു സമയത്ത് സെരി വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. ജീവിതം തന്നെ മടുത്ത് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സെരി. ആ സമയത്ത് സെരിയുടെ സൈക്കോളജിസ്റ്റ് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് വരാനാണ് സെരിയെ സജസ്റ്റ് ചെയ്യുന്നത്. സെരി സ്വിറ്റ്സർലാൻഡിൽ പോയ സമയത്ത് തന്നെ ജോങ് ഹ്യൂക്കും അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചിട്ടാണ് എപ്പിലോഗ് അവസാനിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.